കയറ്റുമതി മേഖലയിൽ ആശ്വാസ നടപടികളുമായി RBI. ബാങ്കുകൾക്കും ധനകാര്യ കമ്പനികൾക്കും പരിമിതമായ കാലയളവിലേക്ക് വായ്പകൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. തുകൽ, വസ്ത്രങ്ങൾ, രത്നം, ആഭരണങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ കയറ്റുമതിക്കാർക്ക് ആശ്വാസം. വീണ്ടും പ്രകോപനവുമായി ഇറാൻ. മധ്യേഷ്യയിൽ ആശങ്ക പടരുന്നു. UAE-യിലെ അജ്മാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന ടലാറ എണ്ണക്കപ്പലാണ് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്തത്. ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. ഒക്ടോബറിൽ 2.5 ബില്യൺ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ചൈനയാണ് മുന്നിലുള്ളത്. തുർക്കിയാണ് 3ാം സ്ഥാനത്ത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൽ ടിക്കറ്റ് ക്വാട്ട പുനഃക്രമീകരിക്കും. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ജനുവരി മുതൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുമെന്ന് ദക്ഷിണ റെയിൽവേ. നിലവിൽ എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് ലഭിക്കാതിരിക്കുകയും കോയമ്പത്തൂരിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് 11,465 രൂപയായി. ഇതോടെ ഒരു പവന് 91,720 രൂപയായി കുറഞ്ഞു. വെള്ളിവില 2 രൂപ കുറഞ്ഞ് 170 രൂപയിലാണ് വ്യാപാരം.